എവിഡൻസ് എവിടെ, തെളിവ് എവിടെ, പെഹൽഗാമിൽ അറ്റാക്ക് ചെയ്തത് പാകിസ്ഥാൻകാരാണ് എന്നതിനുള്ള എവിഡൻസ് എവിടെയെന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ഇറങ്ങുന്നത് വരെ ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് ഒന്നും പുറത്ത് വിട്ടിട്ടില്ല. പക്ഷെ നമുക്ക് അതുവരെ കാത്തു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ദ പ്രിന്റ് എന്നുള്ള മീഡിയ ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് സത്യമാണെങ്കിൽ ഇറ്റ് കണക്ട്സ് ഡയറക്ട്ലി ടു പാകിസ്ഥാൻ. എന്താ സംഭവം നോക്കാം. മാക്സർ ടെക്നോളജീസ് എന്ന് പറഞ്ഞിട്ട് ഒരു US ബേസ്ഡ് കമ്പനി ഉണ്ട്. കമ്പനി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹൈ റെസൊല്യൂഷൻ സാറ്റലൈറ്റ് ഇമേജസ് എടുക്കലാണ് അവരുടെ പണി. അവരുടെ കയ്യിൽ സ്വന്തമായിട്ട് സാറ്റലൈറ്റ് ഉണ്ട്. അത് വെച്ച് നമുക്ക് റിക്വസ്റ്റ് ചെയ്യുന്ന പോലെ ഏത് ഇമേജ് വേണമെങ്കിലും എടുത്തു തരും. അപ്പൊ ഈ അറ്റാക്ക് നടക്കുന്ന 2 മാസം ഫെബ്രുവരി തൊട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പെഹൽഗാം, ബാരാമുല്ല, പൂഞ്ച്, പുൽവാമ പോലത്തെ ഇങ്ങനത്തെ സ്ഥലത്ത്, ഈ ബോർഡേഴ്സ് ഉള്ള സ്ഥലത്ത് ഒരു അൺയൂഷ്വൽ എമൗണ്ട് ഓഫ് റിക്വസ്റ്റ് എന്തിന്, ഈ ഇമേജസിന് വേണ്ടിയിട്ട്, സാറ്റലൈറ്റ് ഇമേജസിന് വേണ്ടിയിട്ട് വന്നു എന്ന് മാക്സർ ടെക്നോളജീസ് പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒരു ഇമേജ് എടുക്കാൻ അതിപ്പോൾ ഗൂഗിൾ മാപ്പിൽ പോയി എടുത്താൽ പോരെ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല. ഒരു ഇമേജിന് 3 ലക്ഷം രൂപന്റെ അടുത്ത് ചെലവുണ്ട്. ഇത് ചുമ്മാ പോയി ഡൗൺലോഡ് ചെയ്ത് എടുക്കലല്ല. ഇത് നമ്മൾ അവർക്ക് റിക്വസ്റ്റ് കൊടുത്ത് അവരത് പ്രോസസ്സ് ചെയ്ത് എടുക്കുന്നതാണ്. ഫെബ്രുവരി മാസത്തിൽ മാത്രം 12 to 20 റിക്വസ്റ്റുകൾ വന്നു ഇമേജസിന് വേണ്ടിയിട്ട് എന്നാണ് മാക്സറുകാർ പറയുന്നത്. കാരണം ഇത്ര എക്സ്പെൻസീവ് ഇമേജസ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ ആൾക്കാർ എടുക്കാറുള്ളൂ. ഇല്ലെങ്കിൽ എന്തിനാണ് ഇപ്പൊ ഇതൊക്കെ ഇത്ര കഷ്ടപ്പെട്ട് എടുക്കുന്നത്? അപ്പൊ അതിനിപ്പോ എന്താണ്, അമേരിക്കൻ കമ്പനിയല്ലേ, ഇപ്പൊ പാകിസ്ഥാനായിട്ട് എന്താ കണക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കണക്ഷൻ ഉണ്ട്. BSI എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി ഉണ്ട്. അത് മാക്സർ ടെക്നോളജീസിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്നേഴ്സ് ആണ്. ഇപ്പൊ അവരിനെ പുറത്താക്കിയിട്ടുണ്ടെങ്കിലും പാർട്ട്നേഴ്സ് ആയിരുന്നു. ഈ പ്രിന്റിൽ ഈ ഒരു വാർത്ത വന്നതിന് ശേഷമാണ് ഈ പാർട്ട്ണറിനെ പുറത്താക്കിയിരിക്കുന്നതെന്ന് ആലോചിക്കണം. BSI എന്നാണ് ആ ഒരു പാർട്ട്ണറിന്റെ പേര്. അത് പാകിസ്ഥാൻ എന്നുള്ള ഒരു കമ്പനിയാണ്. ബിസിനസ് സിസ്റ്റം ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ആ ഒരു പാകിസ്ഥാൻ കമ്പനിയുടെ പേര്. അതിന്റെ ഓണർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബൈദുള്ള സയ്യിദ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. പുള്ളിനെ നൈസായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ ഫെഡറൽ കോർട്ടിൽ, സാധാ കോർട്ടല്ല ഫെഡറൽ കോർട്ട് നോട്ട് ചെയ്യണം, ഫെഡറൽ കോർട്ട് 1 വർഷത്തേക്ക് പ്രിസണിന് ശിക്ഷ വിധിച്ച ആളാണ്. എന്തിനാ ശിക്ഷ വിധിച്ചത്? അമേരിക്കയിൽ നിന്ന് കമ്പ്യൂട്ടർ എക്യുപ്മെന്റ്സും സോഫ്റ്റ്വെയർസും ഇല്ലീഗലായിട്ട് പാകിസ്ഥാനിലേക്ക് കടത്തി എക്സ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. പാകിസ്ഥാനിലെ എവിടേക്കാണ് എക്സ്പോർട്ട് ചെയ്തത്? പാകിസ്ഥാൻ അറ്റോമിക് എനർജി കമ്മീഷനിലേക്കാണ് ഇയാള് എക്സ്പോർട്ട് ചെയ്തത് അമേരിക്കയിൽ നിന്ന്. എനർജി കമ്മീഷൻ പാകിസ്ഥാനിൽ എന്താണ് ചെയ്യുന്നത് അറിയാലോ. ഈ ബാലിസ്റ്റിക് മിസൈൽസും ന്യൂക്ലിയർ ആ സംഭവങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് ഇവരാണ്. ഇയാള് ISIന്റെ ഒരു ഏജന്റ് ആണ് എന്നിപ്പോ ഞാൻ പ്രത്യേകിച്ച് പറയണ്ട. അമേരിക്കക്കാർ ഓൾറെഡി കോടതിയിൽ തെളിയിച്ചിട്ടുണ്ട്. അറ്റാക്ക് നടക്കുന്നതിന്റെ 10 ദിവസം മുന്നേ വരെ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു പെഹൽഗാമിലെ ഈ ഇമേജ് എടുക്കാൻ എന്ന് വരെ പറയുന്നുണ്ട്. ഇതില് സീരിയസ് അലിഗേഷൻ ആണ്. ഗവൺമെന്റ് ഒഫീഷ്യലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ പ്രിന്റുകാർ വിത്ത് പ്രൂഫ് അവരുടെ ന്യൂസിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യുക.